വെൽക്കം ബാക്ക്. AR ആകാശ് ആരാണ് ഒത്തിരി പേര് ചോദിക്കുന്നത്. AR ആകാശ് അത് ഞാനാണ്. സോ ഗൈസ്, നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ VPN ഉപയോഗിക്കാത്ത ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാലും എന്നെ കാണാം. ഞാൻ സകല പ്ലാറ്റ്ഫോമിലും ചെന്ന് കിടന്നും എഴുതിയിട്ട് പുറത്താക്കപ്പെട്ടൊരു വ്യക്തി തന്നെയാണ്. സോ നിങ്ങൾക്ക് ചെക്ക് ദ ബൈ AR ആകാശ്. സോ നമുക്ക് നേരെ BBയുടെ ലൈവ് വോട്ടിങ്ങിലേക്ക് പോകാം. ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി കൂടിപ്പോയി 2 ദിവസത്തുള്ളിൽ എങ്ങനെ പോയാലും എങ്ങനെ നോക്കിയാലും കൂടിപ്പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 5 ലക്ഷം, 5 അല്ലെങ്കിൽ 5 ലക്ഷത്തിന് ഓട്ടേ മാറിയുള്ളൂ. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങളുടെയും കേരളക്കരയാകുകയും എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേരുടെയും ക്രഷുകളായി മാറിയ ജാസ് മോളാണ് ഇപ്പോഴും ലീഡ് ചെയ്യുന്നത്. ജാസ്മിൻ ഫാൻസാണ് ഒത്തിരി പേര് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചായിരുന്നു, ചേട്ടാ ജാസ്മിന് എന്താണ്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ജാസ്മിന് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ നല്ല ദിവസമല്ല. തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ജിൻഡോയുടെ വോട്ട് മൊത്തവും ജിൻഡോയ്ക്ക് നല്ല വോട്ടുണ്ടല്ലോ, കേരളക്കാരായ നല്ല വോട്ടുള്ളതുകൊണ്ട് ജിൻഡോയുടെ വോട്ട് മൊത്തവും അറിഞ്ഞിരിക്കുന്നത് ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അഭിഷേകിനാണ്. അങ്ങനെയാണ് അഭിഷേകിന് വോട്ട് കൂടി നമ്മുടെ കണ്ണിലെ ഉണ്ണിയായ ജാസ്മിൻ പുറകോട്ട് പോകാൻ കാരണം എന്ന് തന്നെ ഞാൻ പറയുന്നു. പക്ഷേ ഇപ്പോഴത്തെ ജാസ്മിൻ്റെ വോട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാസ്മിൻ ഒറ്റയ്ക്ക് കളിച്ച്, ഒറ്റയ്ക്ക് പൊരുതി, ഒറ്റയ്ക്ക് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത്, ഒറ്റയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഭരിച്ച്, എല്ലാം ഒറ്റയ്ക്ക് വന്നുള്ള പട്ടികളെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ജാസ്മിൻ്റെ ഒരു പടയോട്ടം. സോ ഗൈസ്, അങ്ങനെ നമുക്ക് നേരെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, AR ആകാശ് പറഞ്ഞേ നടക്കൂ, അത് അങ്ങനെ സംഭവിക്കൂ. പിന്നെ അതുപോലെ തന്നെ ബിഗ് ബോസ് കാണാൻ നിങ്ങൾക്ക് ഒരു അവസരമുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രൊഫൈലുണ്ട്, അത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങൾക്ക് നേരെ അത് നിങ്ങളെ ബയോഡേറ്റ അയച്ചു കഴിഞ്ഞാൽ അവർ സെലക്ട് ചെയ്യും. അതെന്നാണ് ഏപ്രിലോ അടുത്ത മാസം 1-2 എന്തിനാണ്, സോറി, അപ്പോൾ നിങ്ങൾ കഴിഞ്ഞാൽ പറ്റിക്കണമെന്നല്ല, അങ്ങനെയല്ല, സോറി ഗൈസ്, യാതൊരു ദിവസമാണ് കറക്റ്റ് അറിയില്ല. നിങ്ങൾക്ക് ആഗ്രഹം പോകാൻ എന്ന് വെച്ചാൽ പരിപാടി കാണാൻ ചെന്നൈയിൽ പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. സോ എൻ്റെ സുഹൃത്തായ ചൊക്കലിംഗം എനിക്ക് അവിടെ നിന്നൊരു ഫോട്ടോ അയച്ചു തന്നിട്ട് ആ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങളത് വഴി സൈനപ്പ് ചെയ്ത് നിങ്ങൾക്ക് പരിപാടി ഒരു ദിവസം കാണാം. ശനി ഞായർ ആ ഫ്രണ്ടിൽ നിന്ന് കൈയൊക്കെ അടിച്ച് അവിടെ കിടന്ന് നോക്കും. ജാസ്മിൻ എന്ന് പറയുമ്പോൾ ആളെ കിടന്ന് കൂവി വിളിക്കുക, ജിൻഡോ തരുമ്പോൾ ഏ അങ്ങനെ നിങ്ങൾക്ക് വേണ്ട ബഹളം മൊത്തം കാണിക്കും. പിന്നെ നമ്മളെ സ്വന്തം ലാലേട്ടനെ അടുത്ത് നിന്ന് കാണാം. പിന്നെ അവിടെ എല്ലാവരും കാണാം, അത് തന്നെ, അല്ല അതൊന്നുമില്ല. പിന്നെ ഫുഡ് കിട്ടും, പിന്നെ വേറെ അങ്ങനെയൊന്നുമില്ല. സോ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റിലേക്ക് പോകും. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രത്തോളം സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ വീഡിയോയും ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഞാൻ ഇപ്പോഴും എല്ലാ ഇൻട്രോയും ഓരോ ഇൻട്രോ മാത്രമല്ല, എല്ലാ വീഡിയോയും കട്ട് ചെയ്തിട്ട് ഞാനൊരു സിസ്റ്റത്തേക്ക് കയറ്റിയിട്ട് സിസ്റ്റം പുകഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ഡിലീറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കും ഈ ആകാശ് ചേട്ടന് തലയ്ക്ക് സുഖമില്ല, AR ആകാശിന് ചേട്ടന് സുഖമില്ല, കാര്യം ഈ 30-40 മിനിറ്റ് ഇരുന്ന് കൊണ്ട് സംസാരിക്കും. സോ ഗൈസ്, ഞാൻ എപ്പോഴും പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 30-40 മിനിറ്റ് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഗ്രാഹി കിട്ടും. എന്തെന്ത് ഗ്രാഹി? അടുത്ത് ഓട്ട് ഇടുമ്പോൾ ഈ ഓട്ട് ഇടണ്ട. നിങ്ങൾക്ക് ഇത് 1x-ലോ 2x-ലോ 3x-ലോ 4x-ലോ ഏത് എക്സിൽ വേണമെങ്കിലും കാണാം. XXX ഉപയോഗിക്കാതെ മാത്രം എന്നാൽ മതി. സോറി ഗൈസ്, ഞാൻ വെറുതെ ഒരു ഫണ്ട് അടിച്ചാണ്. JK ജസ്റ്റ് ഫണ്ടിങ് അത് തന്നെ അല്ല, JK ജസ്റ്റ് കിഡിങ്. സോ വേറെ ഒന്നുമില്ല, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധയോടെ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. വോട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വോട്ട് ഇട്ട് കഴിഞ്ഞ് ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ വോട്ട് തിരിച്ച് കിട്ടില്ല. ആകാശത്തേക്ക് റോക്കറ്റ് പോയി കഴിഞ്ഞാൽ തിരിച്ച് വരില്ല. അതുപോലെയാണ്, നമ്മൾ വോട്ടിട്ട് ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ഗൈസ്, നിങ്ങളുടെ വോട്ടുകളെല്ലാം വിലപ്പെട്ടതാണ്. സോ ബി കെയർഫുൾ. സോ അൺസ്റ്റോപ്പബിൾ, അൺക്രെഡിബിൾ, അൺസ്റ്റിച്ചബിൾ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ആരുടെ പടയോട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് നേരത്തെ ഒരു വോട്ടിംഗ് ഇട്ടായിരുന്നു. ആ വോട്ടിങ്ങിൽ ജാസ്മിൻ്റെ പടയോട്ടം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും യാതൊരു തരത്തിലുള്ളൊരു മാറ്റമോ മുന്നോട്ടോ ഒന്നുമില്ലാതെ തന്നെ ജാസ്മിൻ്റെ പടയോട്ടം തന്നെയാണ്. പടം നയിച്ച് ഒറ്റയ്ക്ക് വന്ന്, ഒറ്റയ്ക്ക് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത്, ഒറ്റയ്ക്ക് പൊരുതി പുറത്താക്കാൻ വേണ്ടി അവിടെ നിന്ന് ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്. പുറത്ത് നിന്നും ജനങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇന്നലെ മിനിഞ്ഞാന്നത്തെ കോൾ റെക്കോർഡ് അത് ജാസ്മിന് നെഗറ്റീവ് അടിക്കാനുള്ള ഒരു നല്ല രീതിയിലുള്ള കളിയാണ് കളിച്ചതെന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ഇത്ര കാലങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സായി പോയി ഇത്രയും ദിവസമായിട്ട് ലീക്കാവാത്ത കോൾ റെക്കോർഡ് ഗ്രാൻഡ് ഫിനാലിൽ തൊട്ടടുത്തെത്തുമ്പോൾ ലൈവ് വോട്ടിംഗ് എൻഡിങ് അവസാനിക്കാൻ വേണ്ടി ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കേ, ഒരാഴ്ച വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2 ദിവസം, ഒരു ദിവസത്തിനുള്ളിൽ ഈ കോൾ റെക്കോർഡ് പോകണമെങ്കിൽ അതിനർത്ഥം ഗബ്രിക്ക് നെഗറ്റീവ് ആവണ അനുസരിച്ച് തന്നെ ജാസ്മിന് നെഗറ്റീവ് പോകും. കാര്യം ഗബ്രി ഇപ്പോൾ ഉമ്മ വയ്ക്കാൻ പോകുമ്പോൾ ജാസ്മിൻ പറയണം, അരുത് മകനെ, അരുത്, കട്ടാള, ദൂരെ പോ എന്ന് പറയാനുള്ളതിന് ജാസ്മിൻ അയ്യോ ഗബ്രി എനിക്ക് കംഫർട്ടാണ്, ഗബ്രി എൻ്റെ ഫ്രണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ബെസ്റ്റ് കളിച്ച് അങ്ങനെ ബെസ്റ്റ് കളിച്ച് ജാസ്മിൻ എന്നൊരു വ്യക്തിത്വമില്ലായ്മ മാറിയത് അപ്പോഴുള്ള ദിവസങ്ങളാണ്. ഓൾമോസ്റ്റ് ഒരു 10-30 ദിവസങ്ങളിലാണ് ജാസ്മിൻ്റെ ഒരു വ്യക്തിത്വം പോയത്. പക്ഷേ പിന്നീട്
ജാസ്മിൻ്റെ ഒരു പടയോട്ടം തന്നെയായിരുന്നു. പക്ഷേ എങ്കിലും ജാസ്മിന് ഗബ്രി കോംബോ ഉണ്ടെങ്കിൽ പോലും ജാസ്മിൻ എപ്പോഴും തൻ്റെ ഗെയിം കളിക്കാനും പിന്നെ വെരി വെരി സ്ട്രാറ്റജി മൂവും പിന്നെ എല്ലാത്തിനും ഫസ്റ്റ് തന്നെയായിരുന്നു ജാസ്മിൻ. എനിക്ക് എപ്പോഴും ഞാൻ എപ്പോഴും പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള എല്ലാവരെയും കാട്ടിയും കപ്പടിക്കാൻ ഏറ്റവും എന്താ പറയുക ഏറ്റവും അനുയോജ്യമായ രണ്ട് പേര്, ഒന്ന് ജിൻഡോയും ഒന്ന് ജാസ്മിൻ തന്നെയാണ്. നിങ്ങൾ ആരുടെ ഫേവറേറ്റ് ആണെന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റിലേക്ക് പോകാം. ഈ പ്രാവശ്യം ജിൻഡോ ഇല്ലാത്തതുകൊണ്ട് ജിൻഡോയുടെ വോട്ടൊക്കെ ഞാൻ പറഞ്ഞ ആർക്ക് പോകുന്നു, വേറെ ആർക്കും അഭിഷേകിന് തന്നെയാണ് പോയിരുന്നു. പക്ഷേ ഈ കൂട്ടത്തിലെ ആദ്യത്തെ ഞാൻ കോപ്പി വെച്ചാണ് പിന്നെ ഇത് തൊട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ജാസ്മിന് നെഗറ്റീവിൻ്റെ വളരെ ഒരു അയ്യര കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ അയ്യര കളി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രീതിയിലുള്ള നെഗറ്റീവാണ് സ്പ്രെഡ് ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഴ്ച തന്നെ 2 നെഗറ്റീവുകൾ വന്നിട്ടുണ്ട്. ഒരു നെഗറ്റീവ്. അതുകൊണ്ടാണ് ഇപ്പം ജാസ്മിൻ്റെ വോട്ടിങ്ങിൽ യാതൊരു തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകാത്ത ജാസ്മിൻ അങ്ങനെ നിൽക്കുന്നത്. അത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരാഴ്ച തന്നെ ജാസ്മിൻ 2 നെഗറ്റീവാണ്. ഒന്ന് ജാസ്മിൻ്റെ ബാപ്പയുടെ വോയിസ് റെക്കോർഡ് ഇന്ന് വന്നിട്ടുള്ളത്. ഇന്നലെ രാത്രി ആയപ്പോഴത്തേക്കും ജാസ്മിൻ്റെ കാമുകൊണ്ടല്ല പുള്ളിക്കാരൻ്റെ റെക്കോർഡാണ്. അവർ എൻഗേജ്മെൻറ്റാണ് എന്തോ എനിക്കറിയില്ല. അപ്പോൾ അവർ റെക്കോർഡ്. അപ്പോൾ ഇതൊക്കെ പോകണനുസരിച്ച് ജാസ്മിന് നെഗറ്റീവ് അനുസരിച്ച് ജാസ്മിൻ്റെ വോട്ടിംഗ് കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ നല്ലൊരു വോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ തൊട്ട് ഈ ദിവസം വരെ ജാസ്മിന് യാതൊരു മുന്നേറ്റമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഓൾമോസ്റ്റ് കുറച്ച് വോട്ട് മാത്രമേ കയറിയിട്ടുള്ളൂ. വലിയ വോട്ടിംഗ് ഒന്നുമില്ല. ഇപ്പം നല്ല രീതിയിൽ ജാസ്മിൻ വോട്ടിംഗ് പിന്നിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാര്യം അത്രത്തോളം നെഗറ്റീവ് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്യുന്നതനുസരിച്ച് കാര്യം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ അതിനകത്ത് എത്ര ഗെയിം കളിച്ചിട്ടും കാര്യമില്ല. ഇപ്പോൾ ജാസ്മിനെ ഇപ്പം നിങ്ങൾക്ക് എടുത്താൽ മനസ്സിലാവും. നേരത്തെയും കാട്ടി ഇപ്പം വെറും 34,000 വോട്ട് മാത്രമാണ് ഇപ്പം കയറിയിട്ടുള്ളത്. 34,456 വോട്ട് മാത്രമാണ് വരാൻ സാധിച്ചത്. അതിന് വേറെ ഒരു കാരണമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുറത്ത് നെഗറ്റീവ് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്യണമുണ്ട്. സോഷ്യൽ മീഡിയക്കകത്ത് നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാനനുസരിച്ച് ആ വോട്ടിങ് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. കാര്യം അത്രത്തോളം സ്പ്രെഡിങ്ങാണ് നെഗറ്റീവ് സോഷ്യൽ മീഡിയ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഗൈസ്, അത്രേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ കൂടാതെ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. കൂടാതെ നിങ്ങൾ ജാസ്മിൻ വോട്ട് ചെയ്യണം, ജാസ്മിൻ നിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജാസ്മിൻ വോട്ട് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വോട്ട് ആർക്കാണ് വോട്ട് ഇട്ടതെന്നോട് കമൻറ്റ് ചെയ്യുക. ജാസ്മിന് ഒരു അമ്മയൊക്കെ അതിൻ്റെ അകത്ത് കമൻറ്റ് ഇട്ടിരിക്കുന്നത് 65 വയസ്സുള്ള അമ്മയൊക്കെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് ജാസ്മിൻ ഒരുപാട് പേര്. പക്ഷേ അത് ഒരു നെഗറ്റീവായി മാറുന്ന കാഴ്ചയാണ്. പോസിറ്റീവ് കിട്ടുന്നില്ല ജാസ്മിന്. കൂടാതെ ജാസ്മിൻ്റെ ഗെയിമിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ജാസ്മിൻ ഗെയിമിനെ കുറിച്ചാണെങ്കിൽ ഇന്നലെ ജാസ്മിൻ ഒരു നെഗറ്റീവ് അടിച്ചുകൊണ്ട് ഇന്നലെ ഒരു മാലയിടുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ പൂച്ചയ്ക്ക് മാലയിടുന്ന സംഭവം. ഈ മാലയിടുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ അടി കൂടിയത് നന്ദനയും ജാസ്മിനുമാണ്. ലാസ്റ്റ് ആയപ്പോൾ അവർക്ക് കിട്ടിയപ്പോൾ അവരത് ഉപയോഗിച്ചില്ല. 2 പേർക്കും പോയി. അയ്യോ. കാര്യം അതിന് വേണ്ടി കിടന്ന് അടി ഉണ്ടാക്കിയത്. നമുക്ക് വേണം, ഞാനാണ് ഇട്ടത്, നീയല്ല ഇട്ടത്, ഞാനാണ് എന്ന് പറഞ്ഞ് ലാസ്റ്റ് ആയപ്പോൾ 2 പേര് തെറ്റിച്ചിട്ടുണ്ട്. ഒന്നും അറിഞ്ഞില്ലാതെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ശ്രീത് ജയിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. സോ ഗൈസ്, ജാസ്മിന് നെഗറ്റീവ് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്യാനനുസരിച്ച് നിങ്ങൾക്ക് ജാസ്മിൻ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ലാസ്റ്റ് ഫൈനലാണ്. ഇനി വിരലുണ്ടാവും ദിവസങ്ങൾ മാത്രം ബാക്കിയുണ്ട്. നിങ്ങൾ വോട്ട് ചെയ്യുക. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ജാസ്മിൻ്റെ വോട്ടിംഗ് ഒരു പടയോട്ടം നിലച്ചു. ജാസ്മിൻ്റെ നിലയോട്ടം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ വോട്ടിംഗ് പൊയ്ക്കൊണ്ടിരുന്നതായിരുന്നു. പെട്ടെന്നാണ് നിലച്ചത്. കാര്യം സോഷ്യൽ മീഡിയക്കകത്ത് അങ്ങനത്തെ സ്പ്രെഡിങ് കാര്യങ്ങൾ നടക്കുന്നതനുസരിച്ച് നമുക്ക് ഓൾമോസ്റ്റ് വോട്ടിംഗ് കുറയും. അത് യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും ഇല്ലാത്തൊരു കാര്യമാണ്. സോ ഗൈസ്, നിങ്ങൾക്ക് ജാസ്മിനെ ഇഷ്ടമാണെങ്കിൽ ജാസ്മിൻ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വോട്ട് നൗ ബൈ ചെയ്യുക. ഹോട്ട്സ്റ്റാറിൽ കയറുക. 2 ദിവസം മാത്രമാണ് ബാക്കി. കൂടാതെ ജാസ്മിനെ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാൻ കാര്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് ചിലപ്പോൾ പുള്ളിക്കാരി കപ്പടിക്കണമെന്ന് അർഹതയില്ല, അങ്ങനെ അല്ലെങ്കിലൊക്കെ മനഃപൂർവ്വം കരുതിക്കുട്ടി ചെയ്യുന്നതാവാം. അതല്ലെങ്കിൽ ജാസ്മിന് അർഹതയില്ല, അങ്ങനെയാണെങ്കിൽ എനിക്കറിയില്ല, അതിനെപ്പറ്റി അറിയില്ല. പക്ഷേ നെഗറ്റീവാണ് സോഷ്യൽ മീഡിയ മൊത്തം സ്പ്രെഡ് ചെയ്യുന്നത്. പക്ഷേ പുള്ളിക്കാരി അകത്ത് നെഗറ്റീവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് നെഗറ്റീവല്ല. അകത്ത് ഫുൾ ചിരിയും കളിയും എല്ലാ കാര്യങ്ങളും ഗെയിമിലും അങ്ങനെ നല്ല ആക്റ്റീവും കാര്യങ്ങളും എല്ലാം തമാശയ്ക്ക് തമാശ, ഗെയിമിന് ഗെയിം. അങ്ങനെ എനിക്ക് ജാസ്മിനെ കുറിച്ച് നെഗറ്റീവ് പറയാൻ ഒരുപാടുണ്ടെങ്കിൽ പോലും ജാസ്മിൻ്റെ പോസിറ്റീവ് പറയാൻ ഒരുപാടുണ്ട്. ജാസ്മിൻ്റെ കണ്ടൻറ്റ് അതിൻ്റെ അകത്ത് ഒരുപാട് പോകുന്നുണ്ട്. ഈ സീസൺ ജാസ്മിൻ്റേത് മാത്രമായി മാറിയ കാഴ്ചയാണ്. കാര്യം ഒരുപാട് കണ്ടൻറ്റ് കാര്യങ്ങൾ പുറത്ത് പോയ ഒരു വ്യക്തിയുടെ ജാസ്മിൻ്റെ തന്നെയാണ്, യാതൊരു മാറ്റവുമില്ല. പക്ഷേ ഇപ്പം സോഷ്യൽ മീഡിയക്കകത്ത് എന്താ പറയുക, ഒരു വലിയ നെഗറ്റീവ് തന്നെയാണ് ബാധിച്ചിരിക്കുന്നത്. ചെറിയ നെഗറ്റീവ് എന്നല്ല, വലിയ നെഗറ്റീവാണ് ബാധിച്ചിരിക്കുന്നത്. സോ ഗൈസ്, തന്നെ നമുക്ക് കണ്ടു തന്നെ അറിയാം ഇനി എന്തൊക്കെ സംഭവിക്കും. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പിന്നെ എന്താണ്, നിങ്ങൾ ആർക്കാണ് വോട്ടിട്ടെന്നുള്ള കമൻറ്റ് ചെയ്യുക. ഈ ജാസ്മിൻ ഡൗൺ ആയ സമയത്ത് തന്നെ അഭിഷേകിൻ്റെ ഒരു വലിയ പടയോട്ടമാണ്. അഭിഷേക് യാരുടെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അഭിഷേക് മിക്കവാറും ലീഡിങ് ആവാൻ ചാൻസ് വളരെ വളരെ കൂടുതലാണ്. പക്ഷേ അഭിഷേകിൻ്റെ വോട്ടിംഗ് ടെമ്പററിയാണ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ അടുത്ത ആളിലേക്ക് പോകാം. ജാസ്മിന് സോഷ്യൽ മീഡിയക്കകത്ത് നെഗറ്റീവിൻ്റെ ഒരു അയ്യര് കളിയാണ് നടക്കുന്നത്. കാര്യം ഈ ആഴ്ച മാത്രം വോട്ടിംഗ് ഉള്ളതുകൊണ്ട് അങ്ങനെ വരുത്തി തീർക്കാം. പിന്നെ ടോപ്പ് 5ൻ്റെ അകത്ത് പോയിട്ട് അവിടെ ഒരു വോട്ടിംഗ് ഉണ്ട്. അതും ജനങ്ങളുടെ വോട്ടിങ്ങാണ്. ചിലപ്പോൾ അത് കിട്ടാതാവാം. 2 രീതിയിലുള്ള വോട്ടിംഗ്, നെഗറ്റീവും പോസിറ്റീവും വന്ന് പോയി ജാസ്മിൻ മിക്കവാറും ഔട്ടുള്ള ചാൻസ് വളരെ 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 കൂടുതലാണ്. കാര്യം ഈ ജനങ്ങളുടെ വിധിയല്ലേ നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിന് നെഗറ്റീവ് മാത്രമാണ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്.
അതിപ്പം സ്പ്രെഡാക്കുന്നതാണോ സ്പ്രെഡായതാണോ അതൊരു ഗെയിമാണോ എന്തോ എനിക്കറിയാൻ പാടില്ല. പക്ഷേ ജാസ്മിൻ നെഗറ്റീവാണ് സോഷ്യൽ മീഡിയക്കകത്ത്. കാര്യം ഈ ആഴ്ചയിലാണ് 2 നെഗറ്റീവ് വന്നിട്ടുള്ളത്. ജാസ്മിൻ്റെ ബാപ്പയുടെ വോയിസ് റെക്കോർഡ്, പിന്നെ ഇന്നലെ കാമുകം വന്നിട്ട് പറയുന്നു. അങ്ങേരെ എത്ര 10-15 മിനിറ്റൊക്കെ സംസാരിച്ച് 20 മിനിറ്റോളം സംസാരിച്ച് നല്ല ഷെയർ, നല്ല റീച്ച്, നല്ല കാര്യങ്ങളൊക്കെ പോയി ഒരുപാട് കമൻറ്റും പോയിട്ടുണ്ട്. ഞാനത് വീഡിയോ കണ്ടില്ല. ഈ 15-20 മിനിറ്റ് അവൻ്റെ ആയിരുന്ന വീഡിയോ ആണെങ്കിൽ തലയ്ക്ക് ഭ്രാന്തല്ലേ. അതുകൊണ്ട് ഞാൻ കണ്ടില്ല. ഞാനിപ്പോഴും പറയാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യുക. പുറത്ത് ഒരു മൂന്നാമതൊരാളെ അപ്പീൽ നമ്മൾ ഒരിക്കലും കേൾക്കാൻ പാടില്ല. നമ്മളൊരു ഗെയിം കാണുമ്പോൾ നമ്മൾ അയാളെ മാത്രമാണ് ചിന്തിക്കേണ്ടത്, അല്ലാതെ അവരെന്ത് ചെയ്ത് ഇവർ എന്ത് ചെയ്ത് അങ്ങനെയല്ല. നമ്മൾ അതിൻ്റെ അകത്ത് മാത്രം ശ്രദ്ധിക്കുക എന്ന് മാത്രം പറയുന്നത്. നെക്സ്റ്റ് അഭിഷേകിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അഭിഷേകിന് മുന്നേറ്റം കണ്ടു 10 ലക്ഷം ആയിട്ടുണ്ട്. അഭിഷേക് ഇനി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അഭിഷേക് ഫസ്റ്റ് ആവും, യാതൊരു മാറ്റവും. കാര്യം ജാസ്മിൻ്റെ വോട്ടിങ് നിലച്ചു എന്നൊരു സംഭവമാണ് കാണുന്നത്. കാര്യം ഇനി അഭിഷേക് പെട്ടെന്ന് തന്നെ ചാടിക്കയറി വരും, യാതൊരു മാറ്റവും. അഭിഷേകിൻ്റെ ഒരു വലിയൊരു പടയോട്ടം തന്നെയാണ്. കാര്യം ഇതൊരു ടെമ്പററി വോട്ടിംഗ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് കമൻറ്റ് ചെയ്യുക. ഇത് ജിൻഡോയുടെ വോട്ടുകൾ മൊത്തമാണ് ഇങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത്. സിജോയ്ക്ക് ഒരു ഫാൻസ് ഉണ്ടെന്ന് വെച്ചാൽ സിജോയുടെ ഫാൻസുകാരന്മാരെല്ലാവരും കൂടെയാണ് അഭിഷേകിന് വോട്ടിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ടെമ്പററി വോട്ടിംഗ് ആണ്. പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെമ്പററി വോട്ട് മാറണം. ഇത് മാറിയിട്ട് ഈ 10 ലക്ഷത്തിൽ സംതിങ് വോട്ട് അഭിഷേകിന് സ്വന്തമായിട്ട് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ വോട്ട് ചെയ്യണം. ഇപ്പോൾ ജിൻഡോ അല്ലെങ്കിൽ സിജു ഇവരൊക്കെ ലാസ്റ്റ് ടോപ്പ് 5ൻ്റെ അകത്ത് വരുമ്പോൾ ഈ 10 ലക്ഷം വോട്ട് നിങ്ങൾ അഭിഷേകിന് ഇടണം. എങ്കിൽ മാത്രമേ അഭിഷേകിന് കപ്പടിക്കാൻ പറ്റുള്ളൂ. അഭിഷേകിനെ കുറിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, അഭിഷേക് നല്ലൊരു ഗെയിമർ തന്നെയാണ്, യാതൊരു മാറ്റവും ഇല്ല. കാര്യം ഇന്നലത്തെ ഗെയിം നിങ്ങൾക്ക് എല്ലായിടത്തും മനസ്സിലാവും. ഈ ടിക്കറ്റ് ഫിനാലെ എന്തുകൊണ്ടും നേടാൻ പുള്ളിക്കാരൻ ഇൻഡിവിജ്വൽ ഗെയിം മാത്രമേ കളിക്കുള്ളൂ. ഇന്നലത്തെ ഗെയിമിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അതൊരു ഗെയിമാണ്. കാര്യം പുള്ളിക്കാരനറിയാം അവിടെ കിടന്ന് ആ പൂച്ചയ്ക്ക് അടി ഉണ്ടാക്കിയിട്ട് ചുമ്മാ അടി ഉണ്ടാക്കണം കാട്ടി വേറെ ഏതെങ്കിലും ഗെയിമിൽ ഞാൻ തൻ്റേതായ പോയിൻ്റ് ടേബിൾ മുന്നോട്ട് കൊണ്ടുവരും എന്ന് തന്നെ ചിലപ്പോൾ മനസ്സിൽ അങ്ങനത്തെ ഗെയിമായിരിക്കും അഭിഷേക് ചെയ്തിരിക്കുന്നത്. അഭിഷേക് വൈൽഡ് കാർഡ് എൻട്രി വന്നിട്ട് 3, 4, 5 നോമിനേഷൻ ഡയറക്റ്റ് വന്നിട്ട് പോലും പുറത്താവാതെ നിന്നെങ്കിൽ ഒരു എന്താ പറയുക, ഒരു വൈൽഡ് കാർഡ് എൻട്രി കപ്പ് എടുക്കണമെങ്കിൽ എടുക്കട്ടെ, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. കൂടാതെ ടോപ്പ് 5ൻ്റെ അകത്ത് എന്തായാലും അഭിഷേക് ഉണ്ടാവും, അതിൽ യാതൊരു മാറ്റമില്ല. പക്ഷേ ഈ ടോപ്പ് 5ൻ്റെ അകത്ത് വന്നെങ്കിൽ പോലും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളിപ്പോൾ ഈ വോട്ടിട്ടത് ഈ ടെമ്പററി വോട്ട് അത് പെർമനൻ്റ് ആക്കണം. എങ്കിൽ മാത്രമേ അഭിഷേകിന് കപ്പടിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ അവസാനം നിങ്ങൾ വിചാരിക്കുക അവസാനം ചെന്നിട്ട് ഈ ലാസ്റ്റ് കപ്പടിക്കുന്നത് ജനങ്ങളുടെ വോട്ടിലാണ് കപ്പടിക്കുന്നത്. അല്ലാതെ നമ്മൾ ഇത്ര പേർക്ക് നമ്മൾ ഗെയിം കളിച്ചല്ലോ, നമ്മൾ അത്രയും ഫിസിക്കൽ ഗെയിം കളിച്ച് ഇത്ര ഗെയിം കളിച്ച് ആ ഗെയിം ജയിച്ച് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെയും ജനങ്ങളുടെ വോട്ടാണ് കാണിക്കുന്നത്. സോ ഗേസ് നിങ്ങൾ അത് മനസ്സിലാക്കണം. നിങ്ങൾ ഈ വോട്ട് ടെമ്പററി മാറി പെർമനൻ്റ് ആക്കണമെങ്കിൽ അത് അഭിഷേക് തന്നെ ഇടണം. എങ്കിൽ മാത്രമേ അഭിഷേക് കപ്പടിക്കാൻ പറ്റുള്ളൂ. കാര്യം ജിൻഡോ കണ്ടൻറ്റ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, ഒരുപാട് പേര് പറയുന്നു. അങ്ങനെയാണ് ജിൻഡോയ്ക്ക് ഫാൻസ് വന്നത്. ജിൻഡോ ഒരു നല്ല കണ്ടൻറ്റുകളൊക്കെ അപൂർവങ്ങളാണ്. പക്ഷേ ടോപ്പ് 5ൻ്റെ അകത്ത് വരാൻ ജിൻഡോ അർഹതയാണ്. കാര്യം എത്രത്തോളം കണ്ടൻറ്റ് കാര്യങ്ങൾ ജിൻഡോ ഒരുപാട് പേരെ കരയിപ്പിച്ചും ജിൻഡോയെ കരയിപ്പിച്ചും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുള്ളത് തന്നെയാണ്. കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. സോ ഗൈസ്, നമുക്കപ്പോൾ അടുത്ത ആൾ പോകും. മുന്നേ അഭിഷേകിൻ്റെ വോട്ട് നിങ്ങളെ പെർമനൻ്റ് ആക്കണം, ടെമ്പററി ആക്കരുത് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കൂടാതെ ഇതിൻ്റെ വോട്ടിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാം സംഭവമേ യുഗേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. ഇപ്പോഴത്തെ വോട്ടിങ് വെച്ച് നോക്കണമെങ്കിൽ ജാസ്മിൻ്റെ ഒരു നെഗറ്റീവ് ബാധിച്ചിട്ടുണ്ട്. ജാസ്മിൻ ഒന്നല്ല നല്ല നെഗറ്റീവ് ബാധിച്ചപ്പോൾ ഇതിൽ മുന്നേറാൻ പോകുന്നത് വേറെ ആരുമല്ല, അഭിഷേക് തന്നെയാണ്. അത് അഭിഷേകിന് ഒരു പ്ലസ് പോയിൻ്റ് തന്നെയായി മാറും, യാതൊരു മാറ്റവും. കാര്യം അഭിഷേകിന് മാത്രമല്ല, ബിഗ് ബോസിനകത്തുള്ള എല്ലാവർക്കും ഒരു പ്ലസ്സാണ്. കാര്യം ഈ ജാസ്മിന് ഇത്രയും നെഗറ്റീവ് വരുന്നതനുസരിച്ച് ചിലപ്പോൾ ഈ ജാസ്മിനെ ആരും വോട്ടിടാൻ പോകില്ല. അങ്ങനെ വരാം. പക്ഷേ ജാസ്മിൻ ഫാൻസ് എല്ലാവരും ജാസ്മിൻ വോട്ടിടുക. പക്ഷേ ചിലപ്പോൾ അങ്ങനെ വരാം. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കേൾക്കുമ്പോൾ അയ്യോ അങ്ങനെയാണ് നമ്മൾ കമൻറ്റിലൂടെയൊക്കെ പറഞ്ഞ് നെഗറ്റീവ് വന്ന് അങ്ങനെ ജാസ്മിൻ്റെ വോട്ടുകളൊക്കെ മറിയാം. ചിലപ്പോൾ ജാസ്മിനെ പുറത്താക്കാം, ജാസ്മിന് വോട്ട് കിട്ടി. അങ്ങനെയാണ് ഇപ്പോൾ അഭിഷേക് മുന്നിട്ട് വന്നിട്ട്. അഭിഷേകിന് ജാസ്മിൻ്റെ അത്ര കണ്ടൻറ്റ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അഭിഷേക് ഉള്ള ദിവസങ്ങളിൽ കണ്ടൻറ്റ് കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷേ എവിടെയോ അഭിഷേകിന് പാളിപ്പോയി. ഒരു യെല്ലോ കാർഡ് കിട്ടിയപ്പോൾ അഭിഷേക് ഒന്ന് പതറിപ്പോയി. ആ പതറിയില്ലായിരുന്നെങ്കിൽ അഭിഷേകിന് ഈ 10 ലക്ഷം പെർമനൻ്റ് ആക്കാമായിരുന്നു. അഭിഷേക് അവിടെ പതറിയിട്ട് ഈ ഗെയിം കളിക്കുന്നത് മാത്രമല്ല, അവിടെ കണ്ടൻറ്റ് പുറത്ത് പോകണം. ഈ ഗെയിം കളിച്ച് നമ്മൾ വിന്നറായി എല്ലാ ഗെയിമിലും ഞാൻ തന്നെ വിന്നർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പ്രേക്ഷകർക്ക് വേണ്ടത് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെയാണ്. എങ്കിൽ മാത്രമേ നമ്മൾ അതിൽ നിൽക്കുന്നില്ലൊരു ഇതുള്ളൂ. മനസ്സിലായിരുന്നുണ്ടോ നിങ്ങൾക്ക്? കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പറയണം നമുക്ക് ഇഷ്ടം പോലെ നമ്മൾ എല്ലാ ഗെയിമും ഞാൻ കളിച്ച് എല്ലാ ഗെയിമും ഞാൻ വിന്നറാണ്, എല്ലാ ഗെയിമിലും ഞാൻ ഫസ്റ്റാണ്. അതിൽ യാതൊരു കാര്യമില്ല. കണ്ടൻറ്റുകൾ പുറത്തോട്ട് പോകണം. ഈ അഭിഷേകിൻ്റെ കണ്ടൻറ്റ് കൂടുതൽ നെഗറ്റീവ് കണ്ടൻറ്റാണ് ഇപ്പോൾ സ്പ്രെഡ് ആകുന്നത്. അഭിഷേകിൻ്റെ കണ്ടൻറ്റ് എന്ന് വെച്ചാൽ അഭിഷേക് പറയാണ് എനിക്ക് ഇന്ന ആളത്ത് സംസാരിക്കാൻ താല്പര്യമില്ല, എനിക്ക് അവരോട് സംസാരിക്കാൻ താല്പര്യമില്ല. അങ്ങനെയൊക്കെ പറയുമ്പോൾ ആ വീട്ടിൻ്റെ അകത്തുള്ളവർക്ക് വിഷമങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അഭിഷേക് അതിൻ്റെ അകത്ത് വലിഞ്ഞേറി പോകാൻ പാടില്ല. അതാണ് ചെയ്യേണ്ടത്.
അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് എല്ലാവരോടും സംസാരിക്കണം. അല്ലാതെ എനിക്ക് ഇന്ന ആളത്ത് സംസാരിക്കാൻ പറ്റുള്ളൂ, എനിക്ക് അവരോട് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. പിന്നെ അഭിഷേകിന് ചിലതൊക്കെ ചീപ്പ് ഗെയിമൊക്കെ ഉണ്ട്, അതും അഭിഷേക് നെഗറ്റീവാണ് പോകുന്നത്. കാര്യം പൊയ്യ ആളെക്കുറിച്ച് സംസാരിക്കുക. ഫോർ എക്സാമ്പിൾ ഗബ്രി മണി, ഗബ്രിക്ക് ആണെങ്കിൽ അത് കേരളക്കരയാകെ മനസ്സിലായ കാര്യമാണ് ഈ ഗബ്രി ജാസ്മിൻ കോംബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടാത്തൊരു കോംബോയായി മാറിയത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് പിന്നെയും ഇട്ടിട്ട് അതിൻ്റെ കാലക്കിടമേ അത് കഴിഞ്ഞു, ആ കോംബോ കഴിഞ്ഞ് അത് നശിച്ച് തീർന്ന് അത്രത്തോളം റോസ്റ്റിങ് കാര്യമൊക്കെ കഴിഞ്ഞിട്ട് പോലും അഭിഷേകിന് ജാസ്മിൻ്റെ അടുത്ത് കയറി ഉടക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടൻറ് ഉണ്ടാക്കണമെങ്കിൽ ആ ഒരു കണ്ടൻറ് ഇടുന്നത് അതും അഭിഷേകിന് നെഗറ്റീവാണ് ബാധിക്കുന്നത്. കാര്യം അഭിഷേക് ഫാൻസിന് മാത്രമല്ല പുറത്ത് തന്നെ അഭിഷേക് നെഗറ്റീവാണ് ബാധിക്കുന്നത്. അത് അഭിഷേക് ശ്രദ്ധിക്കണം. അഭിഷേക് ഫാൻസുകാർ ആരെയും കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ കൊള്ളാം. പക്ഷെ അഭിഷേക് അല്ലാതെ കണ്ടൻറ്റ് സ്വന്തമായി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലാതെ ഈ പൊയ്യ കിഴങ്ങനെ പിടിച്ചിട്ടതിൻ്റെ ആവശ്യമില്ല. കാര്യം ഗബ്രി പോയതാണ്, ഗബ്രി എടുത്തിട്ട് പിന്നെ ഗബ്രി കണ്ടൻറ്റ് ക്ഷാമമാണോ അഭിഷേക്? 6ാം സ്ഥാനമാണ്, 2,62,245 തൊട്ടാണ് ഋഷിക്ക് യാതൊരു മുന്നേറ്റമോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത മുന്നേറ്റമാണ്. പക്ഷേ ഡേഞ്ചർ സോണാണ്. ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ 7 പേരുണ്ട്. ഈ 7 പേര് 7, 6, 5 ഇവർ 3 പേരും നല്ല ഡേഞ്ചറാണ്. ഈ മുടിയനെ നിങ്ങൾ 7 വർഷമായിട്ട് കാണുന്നത് മുടിയൻ തന്നെ പറയുന്നുണ്ട്. പിന്നെ മുടിയൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും, മുടിയനാണ് സത്യം പറഞ്ഞ യഥാർത്ഥ ഗെയിമർ. കാര്യം വേറെ ഒന്നുമല്ല, മുടിയൻ 1-ാമത്തെ ദിവസം തൊട്ട് 10ാമത്തെ ദിവസം ആകുമ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ 20 ദിവസം ആകുമ്പോൾ അടുത്തൊരു വീഡിയോ, പിന്നെ 30 ദിവസം ആകുമ്പോൾ വീഡിയോ, അങ്ങനെ 50 ദിവസം ആകുമ്പോൾ അങ്ങനെ എല്ലാ വീഡിയോയും കറക്റ്റ് പ്രോപ്പറായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടാണ് മുടിയൻ പോയിക്കണം. അപ്പോൾ മുടിയൻ അറിയാം, മുടിയൻ എന്തായാലും ടോപ്പ് 5ൻ്റെ അകത്ത് വരും, ടോപ്പ് 5ൻ്റെ അകത്ത് ഞാൻ വരും, ഗ്രാൻഡ് ഫിനാലിൽ ഞാൻ വരും. അപ്പോൾ ആ ദിവസത്തിലുള്ള കണ്ടൻറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ പുറത്ത് കൊടുത്തിട്ട് പോകാം, പുറത്തിൻ്റെ ടീമിൻ്റെ കൊടുത്തിട്ട് പോകാം എന്ന് തന്നെയാണ് മുടിയൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ അത് അതുപോലെ തന്നെയാണ് സംഭവിച്ചത്, അതുപോലെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മുടിയൻ്റെ ഗെയിമോ കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. യാതൊരു തരം ഇമ്പാക്റ്റും ഇല്ലാതെ ചുമ്മാ എൻ്റെ അത് വാഴാണ് ഇരിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്. എവിടെയെങ്കിലും പോയി അടി ഉണ്ടാക്കും, എന്നിട്ട് സ്വന്തമായിട്ട് കരഞ്ഞു വന്ന് വീഴുവും. മുടിയൻ പലരുടെയും ഷാഡായി മാറാതെ ഒറ്റയ്ക്ക് കളിക്കാമെന്ന് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ഇപ്പോഴും മുടിയനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മുടിയനെ വോട്ട് ചെയ്യുക. മുടിയൻ്റെ വോട്ട് വളരെ 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 നിർണായക വോട്ടിങ്ങാണ്. ഏത് നിമിഷം വേണമെങ്കിലും പോവാം. ഇനി നിങ്ങൾക്ക് എത്ര ദിവസമുണ്ട് എന്ന് പറഞ്ഞാൽ വ്യാഴം സോ ഗൈസ്, ഇന്ന് വ്യാഴാഴ്ച ആയിട്ടുണ്ട്. ഇനി ഒരു ദിവസം മാത്രം നിങ്ങളുടെ മുന്നിൽ വിരലിലെണ്ണാവുന്ന 30 മണിക്കൂർ, കാര്യം 27 മണിക്കൂർ ഞാൻ പറയാനില്ല, ബാക്കി കുറച്ച് മണിക്കൂറുകളോട് 30 മണിക്കൂർ ഞാൻ പറയുകയാണ്. സോ ഗൈസ്, മുടിയൻ എന്ന വ്യക്തി നിൽക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം വോട്ട് ചെയ്യുക. ഹോട്ട്സ്റ്റാറിൽ കയറുക, വോട്ട് ചെയ്യുക. പക്ഷേ നിങ്ങൾ വോട്ട് ചെയ്യുമ്പം മുടിയൻ്റെ 7 വർഷത്തെ നമ്മൾ കാണാനില്ല. അങ്ങനെ വോട്ട് ചെയ്യണതിൽ യാതൊരു ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ബിഗ് ബോസ് ഹൗസിൽ മുടിയൻ എന്ത് ചെയ്തു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു എന്ന് കണ്ടിട്ടാണ് നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത്. അല്ലാതെ മുടിയൻ ഉപ്പുമുളവിലുണ്ടല്ലോ അങ്ങനെ അവന് ഇഷ്ടപ്പെട്ടു അങ്ങനെ വോട്ട് ചെയ്യുന്നത് സിമ്പതിയുടെ വോട്ടാണ്. അങ്ങനെയല്ല വേണ്ടത്. കാര്യം ഗെയിമും കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ വോട്ടാണ് കൊടുക്കേണ്ടതെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു സുഹൃത്തുക്കളെ. നിങ്ങൾക്കിത് 1x-ലോ 2x-ലോ 3x-ലോ 4x-ലോ എന്ത് എക്സിൽ വേണമെങ്കിലും ഈ വോയിസ് റെക്കോർഡ് കേൾക്കാവുന്നതായിരിക്കും. നിങ്ങൾ പാചകം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ കേൾക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സിൽ കേൾക്കാം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുടിയൻ്റെ ഒരു ഇമ്പാക്റ്റോ കാര്യങ്ങളൊന്നും മുടിയൻ്റെ അതൊരു എഫക്റ്റ്, ഒരു ഹാർഡ് വർക്ക് കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് കിടന്നിട്ട് മെഴുകിയിട്ട് കാര്യമില്ല. പ്ലീസ് യു ഗോ മൈ ഹൗസ് എന്ന് തന്നെ ഞാൻ പറയുന്നു. സോ ഈ ആഴ്ചത്തെ വോട്ടിങ്ങിൽ ചിലപ്പോൾ മുടിയൻ പോകാനുള്ള ചാൻസ്, ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഗ്രാഫിലാണ് പോകുന്നതെങ്കിൽ മുടിയൻ പോകാനുള്ള ചാൻസ് 100% ഉറപ്പാണ്. അപ്പോൾ മുടിയൻ നിൽക്കണമെന്ന് നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഈ വീഡിയോ അയച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ അയച്ചു കൊടുത്തില്ലെങ്കിൽ പോലും നിങ്ങൾ പറയണം മുടിയൻ ഡേഞ്ചർ സോണാണ്, മുടിയനെ വോട്ടിടുക, മുടിയൻ വോട്ട് നോ എന്ന് പറഞ്ഞ് ഹോട്ട്സ്റ്റാറിൽ മുടിയൻ്റെ ഫോട്ടോ വയ്ക്കുക. മുടിയനെ ഫോട്ടോ വെച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, വോട്ട് നോ എന്ന് എടുത്തിട്ട് ഒരു പാട്ടോ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് സ്റ്റോറി ആക്കുക. ആ സ്റ്റോറി കാണാൻ തന്നെ ഒരുപാട് പേര് കാണും. അങ്ങനെ അതിലൊരു 10 പേര് കയറി വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുടിയൻ്റെ 10 വോട്ട് കിട്ടുന്നതായിരിക്കും. അങ്ങനെയാണ് നമുക്ക് വോട്ടുകൾ മറിയുന്നത്. സോ ഗൈസ്, അങ്ങനെ വോട്ടുകൾ മറിയട്ടെ. മുടിയൻ നിൽക്കണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുടിയൻ നിർത്തുക, അല്ല മുടിയൻ നിൽക്കണ്ട എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിർത്തണ്ട. പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ അടുത്ത ആളിലേക്ക് പോകാം. അടുത്ത ആളിലേക്ക് പോകുമ്പോൾ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് വ്യക്തമാകും തോന്നുന്നു. മുടിയൻ നിൽക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിർത്തുക. പിന്നെ ഞാൻ അടുത്ത് പറയാൻ വന്നു വെച്ചാൽ, നിങ്ങൾ ആർക്കാണ് വോട്ടിട്ട് എന്നോട് കമൻറ്റ് ചെയ്യണം. മുടിയനാണെങ്കിൽ മുടിയൻ നിടണം, അഭിഷേകാണെങ്കിൽ അഭിഷേകം നിടണം, ശ്രീതു ആണെങ്കിൽ ശ്രീതു നിടണം, നന്ദനെങ്കിൽ നന്ദനെ നിടണം, സായിയെങ്കിൽ സായി നിടണം. അങ്ങനെ നിങ്ങൾ ആർക്കാണ് ഇപ്രാവശ്യത്തെ വോട്ട് ഇട്ടത് എന്ന് യൂട്യൂബിൽ വ്യക്തമായി കമൻറ്റ് ചെയ്യണം. കമൻറ്റിലൂടെയാണ് നമുക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾ ആർക്കൊക്കെയാണ് വോട്ടിട്ടത്, നിങ്ങൾ ആരൊക്കെ നിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
കമൻറ്റിലൂടെയാണ് മനസ്സിലാവുന്നത്. ഇഷ്ടംപോലെ കമൻറ്റിലൂടെ നമുക്ക് മനസ്സിലാവും ഇവർക്ക് ഇത്രയും സപ്പോർട്ടുണ്ടല്ലോ, ഇത്ര സപ്പോർട്ടുണ്ടല്ലോ. ഇപ്പോൾ ഈ ടോപ്പ് 2 എടുക്കുകയാണെങ്കിൽ ടോപ്പ് 2 എല്ലാവരുടെയും പോളിങ്ങിൽ ഞാൻ നോക്കുമ്പം ജാസ്മിൻ ജിൻഡോ, ജിൻഡോ ജാസ്മിൻ, ജാസ്മിൻ ജിൻഡോ, ജിൻഡോ ജാസ്മിൻ, അങ്ങനത്തെ പോളിൽ ഇവർ രണ്ടുപേരുമാണ് ഏറ്റവും മുൻപന്തിയിൽ. പക്ഷേ വിധി ആർക്കാണെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം. ആര് കപ്പടിക്കും, ആര് കപ്പ് കൊണ്ടുപോകും. കാര്യം ഒരു കപ്പേ ഉള്ളൂ, അത് ആര് കൊണ്ടുപോകും നമുക്ക് തന്നെ കണ്ട് തന്നെ അറിയാം. സോ ഗൈസ്, മുടിയൻ നിങ്ങൾ ആരെങ്കിലും നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുടിയൻ ഓർണോ ബൈ മുടിയൻ എന്നിടുക. കൂടാതെ മുടിയൻ്റെ ഗെയിമുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മുടിയന് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യുക. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു തീർപ്പിക്കുന്നില്ല, നമുക്ക് വേറെ അടുത്ത ആളിലേക്ക് പോകാം. അടുത്ത ആൾ ഇപ്പം വലിയ വോട്ടിങ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും, വലിയൊരു ഇമ്പാക്റ്റോ കാര്യങ്ങളോ ഇപ്പോഴും ഉണ്ടായിട്ടില്ല. ചെറിയ രീതിയിലുള്ളൊരു ഓളമാണ് സൃഷ്ടിക്കുന്നത്. ഇനി ഒരു 30 മണിക്കൂറിൽ മുടിയനെ കൊണ്ട് മുടിയൻ്റെ ഫാൻസിനെ കൊണ്ട് കൂടുമെങ്കിൽ കയറി വാ, ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോവും. കാര്യം ഇപ്പോഴേ വലിയ ഓളങ്ങളൊന്നും സൃഷ്ടിച്ചില്ല, ഇത്ര ഓളം തന്നെ സൃഷ്ടിച്ചു. ഇനി പറ്റുമെങ്കിൽ കയറി വരട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. സോ ഗൈസ്, നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. അടുത്ത ആൾ വേറെ ആരുമല്ല, സീക്രട്ടായിട്ട് ഒളിച്ചു നിൽക്കുന്നത് സായിയുടെ അടുത്ത് പോകുമ്പോൾ സായി 5ാം സ്ഥാനമാണ്. സോ ഗൈസ്, സായിയെക്കുറിച്ച് പറയാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സായി എപ്പോഴും എല്ലാ ഗെയിമും നമ്മൾ ഈച്ച് ആൻഡ് എവരി വൺ ഗെയിം എടുത്താലും സായിയുടെ ഒരു ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ സായി ആ ഗെയിമിനെ ആസ്വദിക്കും. നമ്മളിപ്പോൾ ഒരു ആഹാരം കൊണ്ട് മുന്നിൽ വെച്ചൊക്കെയാണ്, നമ്മളെന്ത് ചെയ്യും, പെട്ടെന്ന് തിന്നാൻ നോക്കില്ല, അതിനെ ആസ്വദിച്ച് പയ്യെ കഴിച്ച് പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തി. അതാണ് സായിയുടെ ഗെയിം. സോ ഗൈസ്, അത്ര നല്ല ഗെയിം തന്നെയാണ്. കൂടാതെ സായി വളരെ ഡേഞ്ചർ സോണാണ്. 2,89,887 ഔട്ടാണ്. കാര്യം സായി ഇപ്പോൾ നമ്മളൊക്കെ കാറിൽ കാണുന്ന സായി എന്ന് വെച്ചാൽ ഭയങ്കര ഇതിൽ സംസാരം, ഒരു കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ ആ കണ്ടന്റിനെ കുറിച്ച് സംസാരിച്ചു ഭയങ്കര സംസാരം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന സായി എന്ന് വെച്ചാൽ നമ്മൾ ഈ ഹൗസിൽ വരുമ്പോൾ സായി അതേ സായി, അതേ തീ, അതേ ഇമ്പാക്റ്റ്, എല്ലാവരോടും ചൂടായിട്ട് അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് അങ്ങനത്തെ സായിയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ നേരെ വിപരീതമായി പോയി. സായി ഇതിനകത്ത് വന്നത് ഒരു നല്ലൊരു മനുഷ്യനാവാനും നല്ലൊരു വ്യക്തിയാവാനും നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആവാനും അങ്ങനെയാണ് സായി പറയണത്. അപ്പം അതാണ് സായി മാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പ്രേക്ഷകർക്ക് വേണ്ടത് ആ പഴയ സായി, ആ താടി വെച്ച, ആ കള്ളത്താടി വെച്ച, എന്ത് കിട്ടിയാലും വലിച്ച് കീറി തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന സായിയായിരുന്നു ജനങ്ങൾക്ക് വേണ്ടത്. പക്ഷേ സായിക്ക് ആ ഒരു പഴയ രൂപത്തിലേക്ക് വരാൻ സായി ആഗ്രഹിക്കുന്നില്ല. സായി ഒരു പുതിയ രൂപത്തിലേക്ക് സായി മാറിയിരിക്കുന്നു. പുതിയ മുഖം എന്ന് പറഞ്ഞുകൊണ്ട് സായിയുടെ മുന്നേറ്റമാണ്. സായിയെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇനി മണിക്കൂർ മാത്രം ബാക്കി നിൽക്കെ സായിക്ക് വേണ്ടി വോട്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യം വെച്ചാൽ സായിയുടെ കണ്ടൻറ്റ് ഒന്നും എടുത്ത് പറയാനുള്ള കണ്ടൻറ്റ് ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. സായിക്ക് ഇപ്പം നമുക്കിപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ജിൻഡോ, ജാസ്മിൻ എടുത്ത് പറയുന്ന കണ്ടന്റ് വെച്ചാൽ ഒരുപാടുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അവരെ കണ്ടന്റ് വെച്ചാൽ അത്രത്തോളം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സായിയുടെ എടുത്ത് പറയുന്ന കണ്ടന്റ് ഒന്നും വലിയ കണ്ടന്റ് ഒന്നും ഇല്ല. സായിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എൻജോയ് ചെയ്ത് ഗെയിം കളിക്കേണ്ടതാണ്. ഇപ്പോൾ കപ്പിന് വേണ്ടി മോഹിച്ചല്ല സായി വരുന്നത്. അത് നമുക്ക് ടിക്കറ്റ് ടോപ്പ് 15 തൊട്ടൊക്കെ. അപ്പോൾ സായിയൊക്കെ 7-ാമതോ 6-ാമതൊക്കെ നിന്ന് സായി പറഞ്ഞ് ഞാൻ ഇപ്പോഴും അതിൽ വരാൻ അർഹതപ്പെട്ടിട്ടില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. മനസ്സിലായില്ല? അപ്പോൾ ഈ ജാസ്മിനും ജിൻഡോയും ഒന്നിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ അത്രത്തോളം ഗെയിമും കളിച്ച് അവർക്ക് തന്നെ അറിയാം. ഞങ്ങൾ അത്രത്തോളം ഗെയിം ഹാർഡ് വർക്ക് ചെയ്ത് പുറത്ത് ഇത്രത്തോളം ചർച്ചയായിട്ടുണ്ട്, ഞങ്ങളെ കണ്ടിട്ട് എത്രത്തോളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് അവർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. സോ ഗൈസ്, ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം, നിങ്ങൾ ആർക്കാണ് വോട്ട് ഇട്ടുക എന്ന് കമൻറ്റ് ചെയ്യണം. ജാസ്മിൻ ആണെങ്കിൽ ജാസ്മിൻ, മുടിയനാണെങ്കിൽ മുടിയൻ, പിന്നെ ആരുണ്ട്, അങ്ങനെ കുറേ പേരുണ്ടല്ലോ. നിങ്ങൾ ആർക്കാണ് വോട്ട് ഇട്ടത് അത് എന്തായാലും മസ്റ്റ് കമൻറ്റാണ്. കമൻറ്റിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ആർക്കാണ് വോട്ട് ഇട്ടതെന്ന്. പിന്നെ അതുപോലെ തന്നെയാണ് നല്ലൊരു ഗെയിമർ തന്നെയാണ്, യാതൊരു മാറ്റവും ഇല്ല, നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം തന്നെയാണ്. സോ ഫോർ എക്സാമ്പിൾ, ഒരുപാട് ഗെയിം കളിക്കുമ്പോൾ സായി ഒരു നല്ലൊരു മനുഷ്യന്, പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പൂച്ചയുടെ ഗെയിം എടുത്ത് തന്നെ മനസ്സിലായി സായിയുടെ ഗെയിമും കളിയും എല്ലാം നല്ലൊരു ഗെയിമർ തന്നെയാണ് സായി. സായിയുടെ ഗെയിം നിങ്ങൾക്ക് ഇന്നലെ തന്നെ മനസ്സിലാക്കാം. ആ പൂച്ചയുടെ മാല ഇടുന്നതെന്ന് വെച്ചാൽ സായിക്കൊക്കെ വേണമെങ്കിൽ ഇടിച്ച് കയറി നിൽക്കാം. പക്ഷേ സായി ലാലേട്ടൻ വരുന്നു, ഇട്ടോ എന്നൊക്കെ പറയാൻ സായി സിജു വയ്ക്കുക. അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമിൽ അത്രത്തോളം ഇൻവോൾവ് കൊടുക്കുന്നില്ലെങ്കിൽ പോലും ബാക്കിയുള്ളവർ കളിക്കട്ടെ, അത് ആസ്വദിക്കുക. അതങ്ങനെയല്ല, ഇത് ഇങ്ങനെയാണ്. നന്ദനൊക്കെ ഇന്നലെ പിണങ്ങി പോയിരിക്കുന്നുണ്ട്, സായി ചേട്ടൻ എനിക്കെന്ത് സപ്പോർട്ട് ചെയ്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. എടാ, ഇതിപ്പോൾ ഞാൻ പറയുന്നുണ്ട്, ഇപ്പോൾ സായി സപ്പോർട്ട് ചെയ്യണമെന്ന് നന്ദന പറയുന്നെങ്കിൽ പോലും സായി എന്ന വ്യക്തി അവിടെ ഇൻഡിവിജ്വലായിട്ടാണ് ഗെയിം കളിക്കുന്നത്. അല്ലാതെ നന്ദനെ ജയിപ്പിക്കണം എന്ന് സായി ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എന്തായാലും സായി ലാസ്റ്റ് പോയി സംസാരിച്ച് അങ്ങനെയല്ല ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട്. സായി ഒരുപാട് പേര് ട്രോളുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, റോബിൻ രാധാകൃഷ്ണനൊക്കെ കൂവി വിളിക്കുന്നു. അങ്ങനെയൊന്നും അല്ലല്ലോ ഗെയിമും ഇപ്പോൾ കൂവി വിളിക്കുന്നു. അല്ലെങ്കിൽ പോലും സായിക്ക് സായിയുടേതായ ഒരു ഗെയിമും സായിയുടേതായ ഒരു സായി ഭാവമൊക്കെ ഉണ്ടല്ലോ. സോ ഗെയിംസ് അങ്ങനെ സായി ഗെയിം കളിക്കട്ടെ, സായി മുന്നോട്ട് വരട്ടെ. സായിയുടെ പടവുകൾ ചാടി നിന്നു ഞാൻ. പക്ഷേ സായി മുന്നോട്ട് വരാൻ
പറ്റുന്നില്ലെന്നാണ് തോന്നുന്നത്. സായിക്കിൻ്റെ ഗെയിം എന്താണെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ സായിക്ക് ഇനി മുന്നോട്ട് വരാൻ ഇല്ല. കാര്യം സമയം കഴിഞ്ഞു സായി. കാര്യം ഇനി കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ സായിക്ക് എന്തെങ്കിലും സംഭവിക്കുമെങ്കിൽ സംഭവിക്കട്ടെ. കാര്യം വിരലിലെണ്ണാവുന്ന മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. വിരലിലെണ്ണാവുന്നല്ല, കാല് കൈയൊക്കെ വെച്ച് നോക്കാം, അങ്ങനെയാണെങ്കിൽ ഓക്കെ, എങ്കിലും എത്തില്ല. വിരലിൽ അപ്പുറത്തെ ഒരാളെ കൈ കൊണ്ട് വേണ്ടി വരും. സോ സായിക്ക് കൊണ്ട് പറ്റുവാണെങ്കിൽ കയറി വരട്ടെ. സായി ഈസ് എ വെരി 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 ഡേഞ്ചർ സോൺ എന്ന് തന്നെ ഞാൻ പറയുന്നു. കാര്യം നല്ല ഡേഞ്ചറാണ്, ചെറിയ ഡേഞ്ചർ സോണൊന്നുമില്ല. കാര്യം 5ാം സ്ഥാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ച് നോക്ക്, അതൊരു കയ്യാലപ്പുറത്തേക്കുന്ന ഏണി പോലെയാണ്. ഏത് നിമിഷം വേണമെങ്കിൽ താഴേക്ക് പോവാം എന്നൊരു ആറ്റിറ്റ്യൂഡ്, ഒരു ഭാവമാണ്. സോ ഗൈസ് പറ്റുവാണെങ്കിൽ സായി കയറി വരട്ടെ. നമുക്ക് കാണാം സായിയുടെ പുതിയ ഭാവമാറ്റങ്ങളും സായിയുടെ ഗെയിമും സായിയുടെ പുതിയ പടവുകൾ കയറി വന്ന് സായി പലതും വെട്ടിപ്പിടിക്കുമെങ്കിൽ വെട്ടിപ്പിടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. അടുത്ത സായി കഴിഞ്ഞ് നമ്മൾ അടുത്ത് പോകുന്നത് വേറെ ആരുമല്ല, മുടിയൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മുടിയൻ്റെ അടുത്ത് പോകും മുന്നേ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആർക്കാണ് വോട്ടിട്ടത് എന്ന് കമൻറ്റ് ചെയ്യണം. സായി ആണെങ്കിൽ സായി, പിന്നെ അബി ആണെങ്കിൽ അബി, ജാസ്മിൻ ആണെങ്കിൽ ജാസ്മിൻ, ശ്രീതു ആണെങ്കിൽ ശ്രീതു, നോറ, പിന്നെ നന്ദന, മുടിയൻ, അങ്ങനെ കുറച്ച് പേരുണ്ട്, 7 പേരുണ്ട്. 7 പേര് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. 1 2 3 4 5 7 പേരുണ്ട്. 7 പേരിൽ ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത് ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ സായി തന്നെയാണ്. സോ നമുക്ക് നോറയുടെ അടുത്തേക്ക് ചെല്ലാം. നോറയുടെ ജീവിതകഥ പറഞ്ഞ് നോറ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ നോറയ്ക്ക് പ്രശ്നം എന്നറിയാമോ? നോറ ഒരു ഗെയിം കളിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ ആ ഗെയിം കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നോറയുടെ 100ൽ 101% കോൺഫിഡൻസ് നോറ കളയും. ഇനി എന്നെ കൊണ്ട് പറ്റൂല, കളയാം എന്നൊരു മനോഭാവമാണ്. അതല്ല, ഇപ്പോൾ ഗെയിം പോയെങ്കിൽ എനിക്ക് പിടിച്ച് കയറി വരാം, സമയം ഇനിയുണ്ട്, അവരൊന്നും എന്ന് നോറയ്ക്ക് ഒരു ഭാവമില്ല. നോറ പോയി കഴിഞ്ഞാൽ, നോറ ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ നോറ നോക്കട്ടെ, നോറ പിന്നെ അടുത്ത ഗെയിമിൽ നോക്കിയാൽ മതി. അതാണ് പ്രശ്നം. നോറയുടെ ഒരു മനോഭാവമോ അല്ലെങ്കിൽ നോറയ്ക്കൊരു വിശ്വാസമില്ല, തനിക്കൊരു വിശ്വാസമുണ്ട്, താൻ അങ്ങനെയാണ്, താൻ ഇങ്ങനെയാണ്, താൻ അങ്ങനെ ചെയ്യും, താനാണ് കിടിലം എന്ന് തനിക്കൊരു വിശ്വാസമില്ലാതെ നോറ കളിക്കുന്നു. എന്നിട്ട് നോറ തന്നെയാണ് 100ൽ 101 പറയുന്നത്. ഞാൻ വളരെ റെപ്രസെൻറ്റ് ചെയ്ത് വരുന്നത്. ഈ റെപ്രസെൻറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളൊരു സ്ട്രോങ് വുമൺ ആയിരിക്കണം. നമ്മളൊരു സ്ട്രോങ് വുമൺ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ബാക്കിയുള്ളവർക്ക് വേണ്ടി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്? സോ നോറ പറയുന്ന പകുതിയും കള്ളത്തിലേക്ക് പോവുകയാണല്ലോ. നമ്മൾ എന്താ നീ ഇങ്ങനെ കള്ളം പറയുന്നത് എന്ന് തന്നെ ചോദിക്കുന്നത്. നോറയുടെ ഗെയിമുകൾ സീരിയൽ ഗെയിം തന്നെയാണ്, വേറെ യാതൊരു മാറ്റമില്ല, ഒരു സീരിയൽ ഗെയിം. ആ സീരിയൽ ഗെയിമിലെ നായികയാണ് നോറ. നോറയുടെ ജീവിതമാണ് നോറ കാണിക്കുന്നത്. കരയുന്നു. പിന്നെ നോറ പൂർവാധീനം ശക്തിയോടെ എങ്ങനെ ഉറക്കബദ്ധ അല്ല, സീരിയൽ കാണുമ്പോൾ പലരും ഉറക്കമില്ല, അങ്ങനെയാണ് വന്നത്. സുഖേഷ് അങ്ങനെയാണ്. അങ്ങനെ പൂർവാധീന ശക്തിയോടെ നോറ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് കാണാം. നോറ ഇപ്പം ഓൾമോസ്റ്റ് സേഫ് ആണ്, വേറെ കുഴപ്പമില്ല. പക്ഷേ ഇനിയും കുറച്ച് മണിക്കൂറുണ്ട്. ആ മണിക്കൂറിൽ നോറയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചെയ്യട്ടെ. കൂടാതെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫസ്റ്റ് നിൽക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ ആളുകളൊക്കെയാണ്. പിന്നെ കൂടാതെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇവർ ജയിക്കണം അല്ലെങ്കിൽ ഇവർ കപ്പടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനിയും മുന്നോട്ട് വരട്ടെ. ഈ നോറയുടെ ഈ 2,58,245 തൊട്ട് നോറ ഫാൻസാണ്. പിന്നെ കുറേ പേര് കമൻറ്റ് ഇട്ടേക്കുന്നത് നോറ പുറത്താക്ക്. ഞാനല്ലടാ മക്കളെ പുറത്താക്കണത്. ഇത് ബിഗ് ബോസും പിന്നെ പ്രേക്ഷകരൊക്കെയാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ വോട്ടിടുന്നതുകൊണ്ടാണ് നോറ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. പിന്നെ നമ്മൾക്കിപ്പോൾ നോറയെ പുറത്താക്കണമെങ്കിലും നോറയുടെ കണ്ടൻറ്റൊക്കെ റീച്ച് ആണ്ട് പുറത്ത്, അത് നമ്മൾ മനസ്സിലാക്കണം. നോറയുടെ ഏത് കണ്ടൻറ്റ് എടുത്താലും, ഇപ്പോൾ നോറയുടെ ഒരു കണ്ടൻറ്റ് ഞാൻ പറയാം, ഈ ബിഗ് ബോസിൻ്റെ അകത്ത് പോയിട്ട് പറയണം, ബിഗ് ബോസ് എനിക്കൊരു കാര്യം പറയാനുണ്ട്, അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയണമെങ്കിലും പോലും നോറയുടെ കണ്ടൻറ്റ് പുറത്ത് ചർച്ചയാവുന്നുണ്ട്. ഈ കണ്ടൻറ്റ് ചർച്ചയാവുന്നതനുസരിച്ച് ആൾക്കാർ നോറ നിൽക്കണമെന്ന് ആഗ്രഹിച്ച് കമൻറ്റ് ഇടുന്നു, ലൈക്ക് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു, വോട്ട് ചെയ്യുന്നു. അതാണ് സംഭവം. സോ ഗൈസ്, അങ്ങനെയാണ് നോറ മുന്നോട്ട് വരുന്നത്, വേറെ ഒന്നും കൊണ്ടുമല്ല. അങ്ങനെ ചർച്ച ആവുന്നതിൻ്റെ കൂടെ തന്നെ നോറയ്ക്ക് പ്ലസ് പോയിൻ്റ് ഉണ്ട്. ഇപ്പം നോറ ഒറ്റപ്പെട്ടൊരു സ്ട്രാറ്റജി എടുക്കുന്നത് അത് നോറയുടെ ഗെയിം ആയിരിക്കാം. ഇപ്പോൾ രജിസ്ഥാറിനെ തന്നെ നമുക്ക് മനസ്സിലാവില്ല, പുള്ളിക്കാരനെ ഒറ്റപ്പെട്ട് പോയി ലാസ്റ്റ് ആയപ്പോൾ കപ്പ് എടുക്കാനുള്ള ഒരു ഭാഗത്ത് എത്തിയപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ലാസ്റ്റ് ഒറ്റപ്പെട്ടിന് പുറത്തോട്ട് പോയി. സംഭവം ഇങ്ങനെ ഇത് ഞാനിപ്പോൾ വിമർശിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ചെല്ലും, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഗെയിമുണ്ട്. കരഞ്ഞ് മുന്നോട്ട് പോകാം, കോഴി വിളിച്ച് മുന്നോട്ട് പോകാം, എല്ലാവരും ഇടപെട്ട് മുന്നോട്ട് പോകാം, അങ്ങനെ എന്ത് വേണോ ഗെയിം കളിക്കാം. കാര്യം എല്ലാവരുടെയും ആഗ്രഹം അവസാനത്തെ കപ്പ് പോവുക, പൈസയും. അല്ലാതെ അത് പ്രേക്ഷകരെങ്ങനെ പോകും, അവരിങ്ങനെ കാണും. ചിലപ്പോൾ നോറ കൂടുതൽ മണ്ടത്തരമായിട്ട് കാര്യങ്ങളൊക്കെ ചിന്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോറയ്ക്ക് ഒരുപാട് വോട്ട് കിട്ടാനുള്ള ഒരു സൈക്കോ മൂവ് ആയിരിക്കും, അങ്ങനെ ആയിരിക്കാം. ഇതൊക്കെ ഗെയിമാണ്, പാർട്ട് ഓഫ് ദ മിനിസ്റ്റ്. അവർക്ക് വേണ്ടത് കണ്ടൻറ്റാണ്. ആ കണ്ടൻറ്റ് പുറത്ത് പോകുന്നുണ്ട്, ആ കണ്ടൻറ്റ് ചർച്ചയാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പലരും പറഞ്ഞ് നോറ ഔട്ടാക്കണം. പക്ഷേ അത് അങ്ങനെ ഔട്ടാക്കാൻ പറ്റില്ല.
എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നോറയുടെ കണ്ടന്റ് ചർച്ചയാവുന്നുള്ളതുകൊണ്ട്. സോ നെക്സ്റ്റ് നമുക്ക് ശ്രീധുവിൻ്റെ അടുത്ത് പോവുകയാണ്. ശ്രീധു 3-ാം സ്ഥാനം 4,32,122 ഓട്ടാണ്. ശ്രീധുവിൻ്റെത് ഇന്നലത്തെ ഒരു വലിയ വിജയമായിരുന്നു. കാര്യം നാക്കുകൊണ്ട് സംസാരിക്കുമ്പോൾ അത് തെറ്റിക്കാതെ പറയണം. മലയാളത്തിലുള്ളവർ പോലും തെറ്റിച്ച് പറഞ്ഞു. കാര്യം നന്ദനയ്ക്ക് വന്നപ്പോൾ നന്ദന യെസ് ഇത് ഞാൻ പറയും ഞാൻ കിടന്ന് മെഴുവൊക്കെയായിരുന്നു. അപ്പോഴും ശ്രീധുവിൻ്റെ മുഖത്തൊരു വിഷമമായി. കാര്യം ഈ മലയാളത്തിൽ പറഞ്ഞ് തെറ്റുമല്ലോ. നന്ദന അവിടെ കിടന്ന് ഭയങ്കര വിളിയായിരുന്നു, ഞാൻ ഇത് ചെയ്യും ശരിയാക്കും. പിന്നെ മാല കൊണ്ട് ഇടുമ്പോൾ അതിന് അടി ഉണ്ടാക്കണം, അതിന് സംസാരം. നന്ദന പറഞ്ഞാൽ ഞാനാണ്, അല്ല അപ്പോൾ ജാസ്മിൻ ഞാനാണ്. ഇവർ തമ്മിലൊരു വലിയ ചർച്ച നടക്കുകയാണ്. ജാസ്മിനും നന്ദനയും അവർ തമ്മിൽ ഇതാണ് പറഞ്ഞത്, കർമ്മ അല്ലെങ്കിൽ ഒരു ബൂമറാങ്കിൾ ഇവർക്ക് തന്നെയാണ് തിരിച്ചടിച്ചത്. നന്ദനയും ജാസ്മിനിക്കും തന്നെയാണ് തിരിച്ചടിച്ചത്. ഇവർ രണ്ടുപേരും പരസ്പരം അടികൂടി ഞാൻ പറയും. രണ്ടുപേരും മലയാളികളെ ചെന്ന് കിടന്നിട്ട് മെഴുവി. രണ്ടുപേരും പോയി അതുപോലെ തെറ്റിച്ചിട്ട് അതുപോലെ തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ തെറ്റിക്കാതെ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞത് വേറെ ആരുമല്ല, ശ്രീധു. തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് ഇത്രയും നാക്കുകൊണ്ട് തെറ്റിക്കാതെ അത് പഠിച്ച് വെച്ചിട്ട് ശരി ഉത്തരം പറഞ്ഞിട്ട് നമുക്ക് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ, യാതൊരു മാറ്റമില്ല. പിന്നെ ലാസ്റ്റ് നന്ദന പറയുകയാണ് ഞാനാണ് പഠിപ്പിച്ചതിൽ കാര്യമില്ലല്ലോ, അത് ശരി ഉത്തരം പറയണ്ടേ. അവിടെ കിടന്നിട്ട് തനിക്ക് അഹങ്കാരം, താനത് ചെയ്യും, തൻ്റെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കിട്ടാത്തത്. സോ ബൂമറാങ്കിൾ എന്ന് തന്നെ പറയുന്നു. സോ ഗൈസ്, ശ്രീധുവിനെ കുറിച്ച് പറയാമെന്ന് വെച്ചാൽ ശ്രീധു വലിയൊരു ഗെയിമോ കാര്യങ്ങളൊന്നുമല്ല. ടോപ്പ് 5 മിക്കവാറും ചിലപ്പോൾ തന്നെ ശ്രീധു വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാര്യം വേറെ ഒരു പെൺകുട്ടിയായിട്ട് അങ്ങനെ ടോപ്പ് 5 മിക്കവാറും ആരൊക്കെ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്ദന മിക്കവാറും ഈ ആഴ്ച പോകും. നന്ദനയ്ക്ക് നല്ല വോട്ട് കുറവാണ്. ഇനി മണിക്കൂർ മാത്രമാണ് ബാക്കി. ചിലപ്പോൾ നന്ദനയ്ക്ക് ഇനി കയറി വരാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്, ഇനി വരില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്ദന അതിനനുസരിച്ചുള്ള ഓളം സൃഷ്ടിക്കാത്തതുകൊണ്ട് തന്നെ ഇനി കയറി വരില്ലെന്നാണ് തോന്നുന്നത്. പക്ഷേ ശ്രീധു ടോപ്പ് 5 അകത്ത് മിക്കവാറും കാണും. പക്ഷെ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ പോലും ശ്രീധു ഒരു കണ്ടൻറ് ക്രിയേറ്ററോ അല്ലെങ്കിൽ ഒരു ഓളമോ സൃഷ്ടിച്ചിട്ടില്ല. പക്ഷേ ശ്രീധുവിൻ്റെ ആകെ പോയിട്ടുള്ളത് ഒരു കോംബോ അങ്ങനത്തെ ഒരു കോംബോയാണ് പോയത്. ആ കോംബോ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് ശ്രീധു ഇപ്പോഴും നിൽക്കുന്നത്. സോ ഗൈസ്, ശ്രീധുവിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഇനി ഈ 4 ലക്ഷത്തിൻ്റെ വോട്ടിൻ്റെ ഒരു പകുതി ഭാഗവും ശ്രീധുവിന് കിട്ടിയത് ഇവൻ്റെ വോട്ടാണ്. ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അർജുൻ്റെ വോട്ടാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവർ രണ്ടുപേരും ഒരു കോംബോ ആണല്ലോ. അപ്പോൾ ഇവരെ രണ്ടുപേരും വോട്ടുകൾ മറിഞ്ഞ് ഇങ്ങനെ വരുമല്ല, അതാണ് സംഭവം വന്നിട്ടുള്ളത്. പക്ഷെ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം ഇവർ ഇൻഡിവിജ്വൽ കളിക്കുമ്പോൾ ഇവർക്ക് എത്രത്തോളം വോട്ട് കിട്ടുമെന്ന്. ഇപ്പം അർജുൻ എന്ന വ്യക്തി ഇതിലില്ലാത്തതുകൊണ്ട് തന്നെയാണ് അർജുൻ്റെ വോട്ട് മൊത്തം ശ്രീധുവിന് വന്നത്. അപ്പം പക്ഷേ ഇനി ശ്രീധുവും അർജുനും വരുമ്പോഴത്തേക്കും എങ്ങനെയാണെന്ന് നമുക്ക് വോട്ടിൻ്റെ ഒരു വ്യതിയാനവും അതിൻ്റെ ഒരു വേരിയേഷനും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഗൈസ്, നമുക്ക് ശ്രീധുവിൻ്റെ നല്ലൊരു ഗെയിമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം കളിക്കുന്നെങ്കിൽ പോലും പുള്ളിക്കാർ വേറെ ആർക്കും അങ്ങനെ ഉപദ്രവങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അങ്ങനെ ആണെങ്കിൽ പോലും അതിൻ്റെ നിൽക്കേണ്ട ഒരു കാര്യമില്ല. കാര്യം അതിൻ്റെ അകത്ത് നിൽക്കണമെങ്കിൽ ഗെയിം കളിക്കണം. അപ്പം നിങ്ങൾ ചോദിക്കും വെറുതെ നിൽക്കണതിന്. പക്ഷേ പുള്ളിക്കാരുടെ കോംബോ വർക്കാവുന്നതനുസരിച്ചാണ് അതിൻ്റെ അകത്ത് നിൽക്കുന്ന ആൾക്കാർ. മനസ്സിലായില്ലേ? നമ്മൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ചെയ്യുന്നില്ല എന്ന് പുറത്തുനിന്ന് ആൾക്കാർ കാണുന്നില്ലല്ലോ. കാര്യം ശ്രീധുവിൻ്റെ ഒരു 3-4 വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഉണ്ടെന്നുള്ള ആൾക്കാർക്ക് അറിഞ്ഞൂടോ. പിന്നെയാണ് ശ്രീധു ഗെയിം കളിക്കാൻ തുടങ്ങിയത്. ഗെയിം കളിച്ചപ്പോൾ മനസ്സിലാവുന്നത് അയ്യോ ശ്രീധു ഉണ്ടല്ലോ അതിൻ്റെ അകത്ത്, ശരി തന്നെ. ശ്രീധുവിനെ നമുക്ക് നോമിനേഷൻ അങ്ങനെ നോമിനേഷൻ വന്ന് ശ്രീധുവിന് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. കാര്യം ശ്രീധു ഒരുപാട് നോമിനേഷൻ തരണം ചെയ്ത് വന്നതാണ്. ഇനി നമുക്ക് ലാസ്റ്റ് കണ്ടസ്റ്റൻ്റെടുത്തേക്ക് പോകുമ്പോൾ വേറെ ആരുമല്ല, നന്ദനയാണ്. അവിടുത്തെ ഒരു അനീതി കുട്ടിയാണ് എന്ന് സ്വയം പറയുന്ന കുട്ടിയാണ്. കാര്യം ആ കുട്ടി എല്ലായിടത്തും അടി ഉണ്ടാക്കുന്നു, കരയുന്നു, മെഴുകുന്നു. ഇന്നലെ എന്തൊക്കെ കാണിക്കാൻ നോക്കുന്നു. ഇന്നലെ ലാസ്റ്റ് എല്ലാ ഗെയിമും തോറ്റുന്നു, വീട്ടിൽ പോയിരിക്കുന്നു. യാതൊരു തരത്തിലുള്ള ഇമ്പാക്റ്റ് കാര്യങ്ങളൊന്നുമില്ല. വന്ന സ്റ്റെപ്പിൽ ഭയങ്കര ഒരു ഓളം സൃഷ്ടിച്ച പുള്ളിക്കാരിയാണ്. ഭയങ്കര സോളം എന്ന് ഞാൻ പറയുന്നില്ല. കാര്യം പുള്ളിക്കാരിക്ക് എല്ലാം അറിയാം. പുറത്ത് കിടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടു വന്നിട്ട് ഒരാളെ തകർക്കാൻ നോക്കുന്നത് അതൊരു ചീപ്പ് ഗെയിമാണ്. നന്ദന ഇപ്പോഴും ഒരു കണ്ടൻറ്റ് പുറത്ത് വന്നിട്ടില്ല. നന്ദന സ്വയം എല്ലാ ക്യാമറ നോക്കി പറഞ്ഞാൽ എനിക്ക് എല്ലാവർക്കും എന്നെ പേടിയാണ്, ബിഗ് ബോസ് ഇങ്ങനെ പറയാണ്. അങ്ങനെയല്ല നന്ദന പറയേണ്ടത്. നന്ദനെ പേടിക്കണമെന്ന് ജനങ്ങൾ പറയണം. അയ്യോ നന്ദന കിടിലൻ ഗെയിമറാണ് നമ്മൾ പറയണം. അത് ഞാൻ ഇന്നേ വരെ പറയണം നന്ദന ഗെയിമറാണ്. നമ്മൾ മാത്രമല്ല പറയണം, പ്രേക്ഷകർ പറയണം. പിന്നെ അതിൻ്റെ അകത്തുള്ളവർ പറയണം. ലാലേട്ടൻ പറയണം നന്ദന നല്ലൊരു ഗെയിമറാണല്ലോ എന്ന് പറയണം. ഇത് നന്ദന, സിജോ, സായി ഇതിൻ്റെ കൂടെ എപ്പോഴും പോയി അടി കൊടുക്കാം. എന്ന് വെച്ചാൽ അടി കൂടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തെങ്ങനെ അനിയത്തി കുട്ടി കുറിയേ മഴ തിരിഞ്ഞേ പാട്ടൊക്കെ ഇട്ടിട്ട് അതൊരു എന്ത് ക്ലിഞ്ച് സാധനം പോകാൻ വേണ്ടിയാണ്. ആ ഒരു ഭാഗം എത്തുമ്പോഴേ ഞാൻ അടിച്ച് കളയും. സോ ഗൈസ്, നിങ്ങൾ ആരെങ്കിലും നന്ദനെ നിൽക്കണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നന്ദന വെരി 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 ഡേഞ്ചർ സോണുണ്ട്. നന്ദന ഏത് നിമിഷം വേണമെങ്കിൽ പോകാം. നന്ദന നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി ഒരു 30-40 മണിക്കൂറുള്ള ആ മണിക്കൂറിൽ നിങ്ങൾ വോട്ടിട്ട് മുന്നോട്ട് കൊണ്ടുവരിക. അല്ലെങ്കിൽ ഇനി നന്ദന നിൽക്കില്ല, നന്ദന വീട്ടിലേക്ക് പറഞ്ഞു വിടും. സോ ഗൈസ്, നന്ദന ഫാൻസ് ആരെയും കാണുന്നുണ്ടെങ്കിൽ വോട്ട് ചെയ്യുക. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടാതെ തന്നെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും രേഖപ്പെടുത്താം. എൻ്റെ ചാനലിലേക്ക് വരേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെയും പറയുന്നു, നന്ദനെ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നന്ദന നിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വോട്ട് ചെയ്യുക. കാര്യം ഇനി മണിക്കൂറിൽ മാത്രം, വിരലെണ്ണാവുന്ന മണിക്കൂർ മാത്രം നന്ദനയുടെ മുന്നിലുള്ളത്. കൂടാതെ നന്ദനയുടെ ഗെയിമോ കാര്യങ്ങളോ ഒന്നും ഇന്നേ വരെ പുറത്തൊരു ചർച്ചയായിട്ടില്ല. പക്ഷേ നന്ദന വിചാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സായി, സിജോ ഇവരോട് അടിവിടുമ്പോൾ പുറത്ത് ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് അനിയത്തി കുട്ടിയുടെ പാട്ട് അങ്ങനെ പോകുന്നൊക്കെയാണ് വിചാരിക്കുന്നത്. പക്ഷേ അതൊന്നും വർക്കായിട്ടില്ല. പിന്നെ 2-3 ഇന്നലത്തെ തന്നെ അഴിവ് പുഴുത്ത് വന്നിട്ട് ഇന്നലെ ടങ് ലിസ്റ്റ് വന്നപ്പോൾ
ഭയങ്കര ഓവറാക്കുകയാണ്. ഭയങ്കര ടങ് ട്വിസ്റ്റർ, പ്ലീസ് ഞാൻ ചെയ്യും, യെസ് യെസ് യെസ്. അത് ബിഗ് ബോസ് പറഞ്ഞത് നമുക്ക് പോലും കേൾക്കാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ കൂടെ കിടന്നിട്ട് അലമ്പ് നോക്കണം, യെസ് യെസ് യെസ്. എന്നിട്ട് പോയി പറഞ്ഞു അതുമില്ല, അതും തെറ്റിച്ചിട്ട് വന്നിട്ടാണ് കിടന്ന് മെഴുകിയത്. അതുകൊണ്ട് തന്നെയാണ് യാതൊരു കണ്ടൻറ്റ് കാര്യങ്ങൾ പുറത്ത് പോകുന്നില്ല, ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. പിന്നെ ഇന്നലെ ലാസ്റ്റ് എടുത്ത് കരയുണ്ട്, ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ഇങ്ങനെയാണ്. ഈ കരഞ്ഞിട്ടും കാര്യമില്ല, കരഞ്ഞിട്ടും നന്ദനയ്ക്ക് തന്നെ കിട്ടിയല്ലോ, നന്ദന എന്നിട്ട് തെറ്റിച്ചില്ല പറഞ്ഞു. പിന്നെ കരയുന്ന എന്തിനാ? പിന്നെ പറഞ്ഞ് ആരുമല്ലോ സംസാരിക്കേണ്ട, സിജോ ചേട്ടൻ എന്നെ തെറ്റിച്ച് അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണ്. ഇവരൊക്കെ എല്ലാവരും ഒറ്റയ്ക്ക് കളിക്കാമെന്ന് നന്ദൻ വിചാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോ സായി എല്ല ഇവർ നമ്മളെ മൂന്നൊരു ടീമായിട്ട് നിന്നിട്ട് നമ്മൾ ഗെയിം കളിക്കുന്നത്. അങ്ങനെയല്ല നന്ദൻ, എല്ലാവരും ഒറ്റയ്ക്ക് കളിക്കുന്ന ഒറ്റയ്ക്ക് കളിക്കുക, അതാണ് കളിക്കേണ്ട. അല്ലാതെ നമ്മളെല്ലാവരും ഒരു ടീമാണ്, നമുക്ക് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കപ്പടിക്കാം, അങ്ങനെ ഇപ്പോൾ ജനങ്ങളെ അവനെ മണ്ടനാക്കാൻ നോക്കണം, അങ്ങനെ പറ്റിയില്ല നന്ദന്. സോ ഗൈസ്, നന്ദനെ ഇഷ്ടപ്പെടുന്നത്, നന്ദനെ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നു, നന്ദനയ്ക്ക് ഗെയിം ഇഷ്ടപ്പെട്ടു, നന്ദൻ്റെ ഗെയിം അടിപൊളിയാണ്, നന്ദനെ മുന്നോട്ട് നിൽക്കണം, നന്ദൻ ഇനിയും വരണം, ഗ്രാൻഡ് ഫിനാലെ നന്ദനെ വരണം, അല്ലെങ്കിൽ ഗ്രാൻഡ് ഫിനാലെ വരാതെ അവിടെ കണ്ടുകൊണ്ടിരിക്കണം നന്ദന. അങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തിനെന്തായാലും നിങ്ങൾ വോട്ട് ചെയ്യുക. വോട്ട് ചെയ്താൽ മാത്രമേ നന്ദനെ നമുക്ക് നിർത്താൻ പറ്റും. കാര്യം നന്ദൻ്റെ വോട്ട് വളരെ 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 കുറവാണ്. നന്ദൻ്റെ താഴെ വേറെ ആരുമില്ല. നന്ദൻ്റെ മേളിലായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുണ്ടെങ്കിൽ പോലും നന്ദന ഏറ്റവും താഴെയാണ്. നന്ദനയ്ക്ക് മേളിൽ ആരുമില്ല. കാര്യം നന്ദനയ്ക്ക് വോട്ട് വളരെ കുറവാണ്. ഇനി നമുക്ക് എന്ത് സംഭവിക്കാം, ഇനി മണിക്കൂർ മാത്രം ബാക്കി, നന്ദന പുറത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഗൈസ്, നിങ്ങൾ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യുക. ഇനിയും സമയമുണ്ട്, സമയം ഒന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷേ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണം. കാര്യം ഇപ്പം നല്ല ലീഡിങ്ങിൽ ഈസ് വെരി ബാഡ്, വലിയ ബാഡ് അല്ലെങ്കിൽ പോലും ഒരു 3 ലക്ഷം വോട്ട് ഇത്ര മണിക്കൂറിൽ മറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിൽക്കും. വെറും 3 ലക്ഷം വോട്ട് ഉറപ്പാണ്. കാര്യം ഇവരൊക്കെ തമ്മിൽ വലിയ വേരിയേഷൻ ഒന്നുമില്ല. ഒരു 3 ലക്ഷം വോട്ട് മറിഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി നിൽക്കും എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. 3 ലക്ഷം വോട്ട് മറിഞ്ഞ് കഴിഞ്ഞാൽ യാതൊരു മാറ്റമില്ല, കേസ് നിൽക്കും. സോ കേസ്, ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് എൻ്റെ ഒരു ചാനലിലേക്കാണ് പോകുന്നത്. വാ മക്കളെ വാടാ. സോ ഗൈസ്, ഇനി ഞാൻ എൻ്റെ അടുത്തേക്ക് പോവുകയാണ്. കാര്യം ഈ വാഴ നനയുന്നതിൻ്റെ കൂടെ തന്നെ ഇടയ്ക്കെടുക്കുന്ന ചേനയും കൂടെ നനയായിട്ട്. സോ ഗൈസ്, നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തേണ്ടത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. നിങ്ങൾ വരിക, കയറി വരിക, ഇടിച്ച് വരിക, കുതിച്ച് വരിക, എല്ലാവരും വന്ന് കിടന്ന് മെസ്സേജ് അയക്കുക. നിങ്ങളുടെ ഓരോ വിലയേറിയ മെസ്സേജുകളും ഓരോ ഫോളോസും ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ നോട്ട് ചെയ്യുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ നിങ്ങൾക്ക് എന്ത് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ മെസ്സേജ് അയച്ചാൽ നമുക്ക് ആളെ നമുക്കിത് സംസാരിക്കാമെന്നുണ്ട്, യാതൊരു മാറ്റമില്ല. സോ ഗൈസ്, ഇത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നേരെ എൻഡിങ്ങിലേക്ക് പോവുകയാണ്. സോ ഗൈസ്, എൻ്റെ ചാനൽ നിങ്ങൾക്ക് അറിയാം, ഈ 7300 സംതിങ് ഇല്ല കേട്ടോ, ഞാനത് വെട്ടി കുറച്ചിട്ടുണ്ട്. 130 എത്ര പേര് ബോട്ടൊക്കെ അടിച്ച് കയറ്റിയതാണ്. എന്തിനാ എനിക്ക് ബോട്ട്, എനിക്ക് ടെൻഷൻ കൊടുക്കുന്നത്. സോ ഗൈസ്, നിങ്ങൾ ചോദിച്ച കാര്യമാണ്. അപ്പോൾ ഞാൻ തന്നെ പറയണം, എനിക്ക് ബോട്ടൊക്കെ അടിച്ച്, ബോട്ട് മീൻസ് നിങ്ങൾ സ്പാം പോലത്തെ കുറേമാർ എന്ന് വെച്ചാൽ നമ്മൾ പോലും അറിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് കയറി കിടക്കുക കള്ളന്മാർ. ഞാൻ എല്ലാത്തിനും അടിച്ച് കളഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഞാൻ ബോട്ട് അടിച്ച് കയറ്റിയതല്ല, സ്പാം പോലത്തെ കുറേമാർ വന്ന് കിടക്കുക, അതാണ്. സോ ഗൈസ്, നിങ്ങൾക്ക് എന്നെ ഇനിയും നിങ്ങൾക്ക് എൻ്റെ ചാനലിലേക്ക് വരാൻ സ്വാഗതം. പിന്നെ എൻ്റെ എല്ലാ അപ്ഡേറ്റിൻ്റെ കാലമാണ് ഞാൻ കിടുക്കാച്ച അപ്ഡേറ്റുകളൊക്കെയാണ് ഞാൻ ഇടുന്നത്. കൂടാതെ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താവുന്ന, നിങ്ങൾ ഇപ്പോൾ യൂട്യൂബിലാണെങ്കിൽ 100 എത്ര വേർഡ്സേ ഉള്ളൂ, ഇൻസ്റ്റയിൽ അങ്ങനെയല്ല, മെസ്സേജ് അയച്ച് തകർക്കാം, വരി. ഞാൻ മെസ്സേജ് റിപ്ലൈ തന്നില്ലെങ്കിൽ പോലും നിങ്ങൾ മെസ്സേജ് അയക്കണം, അതാണ് മാന്യത. സോ ഗേസ്, നമുക്ക് നേരെ വൈൻഡിങ്ങിലേക്ക് ചെയ്യാം. സോ ഗേസ്, ആകാശ്, ബൈ സൂ.